ഫെബ്രുവരി 24 വിശുദ്ധ മത്തിയാസ് അപ്പസ്തോലൻ. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിനും പെന്തക്കോസ്ത് ദിനത്തിനും ഇടയിലുള്ള 9 ദിവസത്തെ കാത്തിരിപ്പിൽ ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിന്നു. ഈ സമയത്ത് യൂദാസിൻ്റെ വിശ്വാസത്യാഗവും മരണവും 12 പേരുടെ കൂട്ടായ്മയിൽ ഒരു ഒഴിവ് സൃഷ്ടിച്ചുവെന്ന് പത്രോസ് അവരെ ഓർമ്മിപ്പിച്ചു. യോഹന്നാൻ്റെ സ്നാനം മുതൽ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ പ്രവേശിച്ചു പോയ നാൾ വരെ നമ്മോടുകൂടി ഉണ്ടായിരുന്ന ഈ പുരുഷന്മാരിൽ ഒരാൾ നമ്മളോടൊപ്പം അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. ബർസബാസിനെയും മത്തിയാസിനെയും നാമനിർദ്ദേശം ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാർ ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീണു. തുടർന്ന് 11 പേരുടെ കൂടെ അദ്ദേഹം പേരെടുത്തു. മത്തിയാസിനെക്കുറിച്ച് തിരുവെഴുത്തുകൾ കൂടുതലൊന്നും പറയുന്നില്ല. മറിച്ച് യേശുവുമായുള്ള വിശ്വസ്ത സഹവാസം പുനരുത്ഥാനത്തിന് അനുയോജ്യമായ ഒരു സാക്ഷിയാകാൻ അവനെ യോഗ്യനാക്കുന്നു. അവൻ്റെ സേവനം പ്രഖ്യാപിക്കപ്പെടാത്തതും പാടാത്തതുമാണ് എന്നതിന് ക്രിസ്ത്യാനികൾക്ക് ഒരു ഉദാഹരണമായി അവനെ നൽകുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെയും ശുശ്രൂഷയെയും കുറിച്ച് നിരവധി ആദ്യകാല ക്രിസ്തീയ വിവരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് 2-ാം നൂറ്റാണ്ടിലെ കാനിബൽ സിറ്റിയിലെ ആൻഡ്രൂവിൻ്റെയും മത്തിയാസിൻ്റെയും പ്രവൃത്തികൾ എന്ന വാചകം. ഈ വിവരണമനുസരിച്ച് മത്തിയാസിനെ തിരഞ്ഞെടുത്ത ഉടൻ തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കാൻ അപ്പസ്തോലന്മാർ ചീട്ടിട്ടു. നിർഭാഗ്യവാനായ മത്തിയാസിനെ നരഭോജികളുടെ നഗരത്തിലേക്ക് അയച്ചു. മത്തിയാസിന് ഏറ്റവും മോശമായ അവസ്ഥ നേരിടേണ്ടി വന്നതായി കാണിക്കുന്ന ഒരു പ്രചോദനാത്മക കഥയാണിത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിളിയോട് സമചിത്തതയോടും കഴിവോടും കൃപയോടും കൂടി പ്രതികരിക്കുന്നു. തിരുവെഴുത്ത് നൽകുന്ന കാനോനിക്കൻ വിവരണത്തിൽ പ്രതിഫലിക്കുന്ന അതേ ഗുണങ്ങളാണിവ.